Hi dears, in previous class we have discussed database, advantages of database, data abstraction, levels of abstractions, physical level, logical level, view level, then data independence, physical data independence and logical data independence. Today we are going to discuss about users of database. Different users are database administrator, application programmers, sophisticated users, naive users. Okay, database management system. ഇതിൽ നമ്മൾ database എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, advantages of database പറഞ്ഞു, പിന്നെ levels of abstraction പറഞ്ഞു, physical level, logical level, view level പറഞ്ഞു, data independence പറഞ്ഞു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നിനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്, യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസിൽ ഫസ്റ്റ് വൺ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഒരു ഡാറ്റാബേസിലെ ഫുൾ കൺട്രോള് ആരുടെ കയ്യിലായിരിക്കും? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ കയ്യിലായിരിക്കും. ആളിനെ നമ്മൾ ഷോർട്ടായിട്ട് എന്ത് പറയും? DBA എന്ന് പറയും. A person who is responsible for the control of the centralized shared database. ഡാറ്റാബേസിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? മെയിനായിട്ട് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിലായിരിക്കും. അങ്ങനെ ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്യുന്ന ആ പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുന്നത്? DBA, ഡാറ്റ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഡിസൈൻ ചെയ്യും, പ്രോഗ്രാം ഒക്കെ റെഡിയാക്കുന്നത് ആരായിരിക്കും? ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആണ്. VBയിൽ, വിഷ്വൽ ബേസിക്കിൽ, C++, ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജിൽ, ജാവയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡാറ്റാബേസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കണം. അതൊക്കെ തയ്യാറാക്കുന്നത് ആരാണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. നെക്സ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. Sophisticated users include engineers, system analyst, business analyst, അങ്ങനെയുള്ളവരൊക്കെയാണ് ഏതിലുണ്ടാവുക? സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സിലുണ്ടായിരിക്കുക. എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ, അങ്ങനെയുള്ളവരാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സിൽ വരിക. നേവ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണോ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾ, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആ പേഴ്സൺ നമ്മൾ എന്ത് പറയുന്നു? നേവ് യൂസേഴ്സ് എന്ന് പറയും. യൂസേഴ്സ് ഇൻറ്ററാക്ട് വിത്ത് സിസ്റ്റം, സിസ്റ്റമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ആൾ, അവരെ എന്ത് പറയും? നേവ് യൂസേഴ്സ്. ഫുൾ കൺട്രോൾ ചെയ്യുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമൊക്കെ റെഡിയാക്കുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ഇതാരാണ്? നമ്മുടെ എൻജിനീയേഴ്സ്, സിസ്റ്റം അനലിസ്റ്റ്, അങ്ങനെയുള്ളവരാണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സിൽ. ഇത് ആരാണോ DBMS ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, ആരാണോ ഇത് യൂസ് ചെയ്യുന്നത്, അവരെയാണ് എന്ത് പറയുന്നത്? നേവ് യൂസേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് റിലേഷണൽ ഡാറ്റ മോഡൽ. റിലേഷൻ എന്ന് പറഞ്ഞാൽ ദ മാത്തമാറ്റിക്കൽ ടേം ഓഫ് ടാബിൾസ്. ഒരു ടാബിളിൻ്റെ മാത്തമാറ്റിക്കൽ ടേമാണ് എന്ത്? റിലേഷൻ. കുറേ റോസും കോളംസ് ഒക്കെ ഉള്ള ഒരു ടാബിളിൻ്റെ മാത്തമാറ്റിക്കൽ ടേമാണ് റിലേഷൻ. റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുമ്പോൾ ആ ടാബിളിൽ റോസും കോളംസും ഒക്കെ കൊടുക്കുക, ഡാറ്റ സെൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഡാറ്റ മോഡൽ, റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയും. MySQL, Oracle ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ടെർമിനോളജീസ്. ടെർമിനോളജീസ് ഇൻ RDBMS. ടെർമിനോളജീസിൽ ഫസ്റ്റ് വൺ entity. Entity, relation, tuple, attributes,
ആട്രിബ്യൂട്ട്സ്, ഡിഗ്രി, കാർഡിനാലിറ്റി. ഡൊമൈൻ, സ്കീമ. ഇത്രയും ടെർമിനോളജീസിൽ ഫസ്റ്റ് ആൻറ്റിറ്റി. ആൻറ്റിറ്റി പറയുമ്പോൾ ഒന്നുകിൽ എ പേഴ്സൺ ഓർ എ തിങ് ഇൻ ദി റിയൽ വേൾഡ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സണെ. അതിനൊക്കെ നമ്മൾ എന്ത് പറയും? മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന എന്തിനേയും നമ്മൾ എന്തെന്ന് പറയും? ആൻറ്റിറ്റി എന്ന് പറയും. ആൻറ്റിറ്റി പറയുമ്പോൾ ഒന്നുകിൽ സ്റ്റുഡൻറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ വേറെ ഒരാളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഏതൊന്നിനും നമ്മൾ ചുറ്റും കാണുന്ന ഒന്നുകിൽ ചോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേസ്, ഏതൊന്നിനെയും നമ്മൾ എന്തെന്ന് പറയും? എൻറ്റിറ്റി എന്ന് പറയും. നെക്സ്റ്റ് റിലേഷൻ. റിലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ? മാത്തമാറ്റിക്കൽ ടേം ഓഫ് ടാബിൾ. ടാബിളിൻ്റെ മാത്തമാറ്റിക്കൽ ടേമാണ് റിലേഷൻ. For example, admission number, name, batch, score, grade. ഇതൊരു ടാബിളാണ്. ടാബിളിനൊരു പേരും കൊടുത്തു, സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ടാബിള്. ഇതിൽ അഡ്മിഷൻ നമ്പർ 1, 2, 3, 4, 5 നെയിം കൊടുത്തു. മനു, സീത, രവി, രേണു. ബാച്ച്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ദെൻ സ്കോർ കൊടുക്കുകയാണ്. ഓക്കെ, ഇതൊരു ടാബിളാണ് അല്ലേ. ഇങ്ങനെയുള്ള ടാബിളിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? റിലേഷൻ. എൻറ്റിറ്റി പറഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റിനെയും പറയും. റിലേഷൻ എന്ന് പറയുമ്പോൾ ഈ ടാബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാബിളിൻ്റെ മാത്തമാറ്റിക്കൽ ടേമാണ് റിലേഷൻ. നെക്സ്റ്റ് ടപ്പിൾസ്. ടപ്പിൾസ് എന്നോ അല്ലെങ്കിൽ ട്യൂപ്പിൾ രണ്ടും പ്രൊനൗൺസ് ചെയ്യാം. ടപ്പിൾ ഓർ ട്യൂപ്പിൾ. ടപ്പിൾസ് എന്ന് പറയുമ്പോൾ റോസ് ഇൻ എ റിലേഷൻ. The rows in a relation are called tuples. ഈ ടാബിളിലെ ഓരോ റോസിനെയും നമ്മൾ എന്ത് പറയും? ഓരോ റോസിനെയും നമ്മൾ എന്ത് പറയും? ടപ്പിൾസ് എന്ന് പറയും. ടപ്പിൾസ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ടാബിളിലെ ഓരോ കോളത്തിനെയും നമ്മൾ എന്ത് പറയും? ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ടപ്പിൾസ് എന്ന് പറയുമ്പോൾ റോസ്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ കോളംസ്. ഡിഗ്രി എന്ന് പറയും. നെക്സ്റ്റ് ഡിഗ്രി. ദ നമ്പർ ഓഫ് കോളംസ് ഇൻ എ റിലേഷൻ. റിലേഷനിലുള്ള കോളത്തിൻ്റെ എണ്ണത്തെ. നമ്പർ ഓഫ് കോളംസ്. എത്ര കോളം ഉണ്ടതാ? ഒന്ന്. അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കോളം. നെയിം ഒരു കോളം. ബാച്ചിൽ അങ്ങനെ 1, 2, 3, 4, 5 കോളം. നമ്പർ ഓഫ് കോളംസിനെയാണ് എന്ത് പറയുന്നത്? ഡിഗ്രി. നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോസിനെ കാർഡിനാലിറ്റി എന്ന് പറയും. നമ്പർ ഓഫ് റോസ്.
എത്ര റോസ് റോസ് എണ്ണുമ്പോൾ കാർഡിനാലിറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഫസ്റ്റ് റോ ഉണ്ടല്ലോ ഹെഡിങ് കൊടുത്ത അഡ്മിഷൻ നമ്പർ നെയിം ബാച്ച് എന്ന് കൊടുത്തിട്ടില്ല അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഡാറ്റ എൻറോ ചെയ്തത് മുതൽ കൺസിഡർ ചെയ്താൽ മതി ഇപ്പോൾ 1 2 3 ഇവിടുന്ന് മുതൽ അപ്പോൾ 1 2 3 4 5 റോസ് ഓക്കെ അപ്പോൾ നമ്പർ ഓഫ് റോസ് ആണ് കാർഡിനാലിറ്റി നെക്സ്റ്റ് ഡൊമൈൻ ഡൊമൈൻ എന്ന് പറയുമ്പോൾ പൂൾ ഓഫ് വാല്യൂവിനെ കോളത്തിലുള്ള വാല്യൂസിനെ അതും റിപ്പീറ്റ് ചെയ്യാത്ത വാല്യൂസിനെ കേട്ടോ അപ്പോൾ നോക്കൂ ബാച്ച് എന്ന് പറയുന്ന കോളം നോക്കൂ അതിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് 3 വാല്യൂസ് അത് കഴിഞ്ഞിട്ട് വീണ്ടും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്ത് ചെയ്യണം റിപ്പീറ്റ് ചെയ്യണം അപ്പം അതിൻ്റെ വാല്യൂ ചോദിക്കുമ്പോൾ നമ്മൾ എത്ര പേരുണ്ട് 3 റിപ്പീറ്റേഷൻ വരാത്ത കേട്ടോ അപ്പോൾ ഡൊമൈൻ എന്ന് പറയുമ്പോൾ പൂൾ ഓഫ് വാല്യൂസ് ഫ്രം വിച്ച് appearing in a given column കോളത്തിൽ കാണുന്ന വാല്യൂസിനെ നെക്സ്റ്റ് സ്കീമ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറാണ് അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുക കൊടുക്കുകയാണ് സ്റ്റുഡൻ്റ് എന്നാണെങ്കിൽ ഇങ്ങനെ ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ എന്തൊക്കെ വേണമെന്നുള്ള നമ്മൾ കൊടുക്കണം സ്റ്റുഡൻ്റ് എന്നാണെങ്കിൽ എന്തൊക്കെ വേണം അഡ്മിഷൻ നമ്പർ അല്ലേ admission number integer then name char 20 batch char 20 ഇങ്ങനെ എന്ത് ചെയ്യുക അങ്ങനെ സ്ട്രക്ചർ കൊടുക്കാണ്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് വരുന്നുണ്ട് ഇതിന് ഇത് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ മനസ്സിലായിക്കോളും ഇങ്ങനെ കൊടുക്കുന്ന ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത് സ്കീമ എന്ന് പറയുന്നത് സ്കീമ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ എൻറ്റിറ്റി എ പേഴ്സൺ ഓർ എ തിങ്സ് ഇൻ റിയൽ വേൾഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ ടാബിൾ ആ ടാബിളിലുള്ള റോസിനെ ടപ്പിൾ ആ ടാബിളിലുള്ള കോളത്തിനെ ആട്രിബ്യൂട്ട്സ് കോളത്തിൻ്റെ എണ്ണത്തെ ഡിഗ്രി റോസിൻ്റെ എണ്ണത്തെ കാർഡിനാലിറ്റി കോളത്തിലുള്ള വാല്യൂസിന് നമ്മൾ ഡൊമൈൻ എന്ന് പറയും പിന്നെ എന്ത് ചെയ്യും സ്കീമ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ